നമസ്കാരം ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ പ്രോട്ടീൻ മിക്സ് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ഈ വീഡിയോ നിർമ്മിക്കാൻ ഒരു കാരണമുണ്ട്. ഇന്നലെ ചെടികൾ നടാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻ മിക്സ് വാങ്ങാൻ ഒരു ഷോപ്പിൽ പോയിരുന്നു. 6 കിലോയ്ക്ക് 120 രൂപ. ഇത് വാങ്ങിയാൽ 2 പോട്ട് മുറയ്ക്കുമ്പോഴത്തേക്കും കാലിയാവും. അതുകൊണ്ടാണ് പ്രോട്ടീൻ മിക്സ് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ ഞാൻ തീരുമാനിച്ചത്. ആ വീഡിയോ ആണ് ഇത് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇതിനായിട്ട് ഞാൻ 3 ചട്ടി മണ്ണ് ആണ് എടുത്തത്. വളക്കൂറുള്ള മേൽമണ്ണ് നോക്കി എടുത്തു. അപ്പൊ അതേ അളവിൽ തന്നെ, അതായത് അതേ പാത്രത്തിൽ തന്നെ 1 ചട്ടി ചാണകപ്പൊടി എടുത്തു. എനിക്ക് ഈ കാലിത്തീറ്റ നിറയെ ഉണങ്ങിയ ചാണകപ്പൊടി 120 രൂപയ്ക്കാണ് കിട്ടിയത്. അതിന് 1 ചട്ടി മാത്രമേ ഞാൻ എടുത്തുള്ളൂ. ഉണങ്ങിയ ചാണകം നല്ല പൊടിയായിട്ട് അത് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്ത് നമ്മുടെ ഈ മണ്ണിന്റെ കൂടെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് പൊടിച്ചെടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് മണ്ണിന്റെ കൂടെ പെട്ടെന്ന് മിക്സായി ഡീകമ്പോസ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിന്റെ കൂടെ ചേർക്കുന്നത് ചകിരിച്ചോറിന്റെ കമ്പോസ്റ്റ് ആണ്. ചകിരിച്ചോറിന്റെ കമ്പോസ്റ്റ് കിട്ടാത്തവർക്ക് കരിയില കമ്പോസ്റ്റോ ചകിരിച്ചോറോ ചേർക്കാവുന്നതാണ്. ചകിരിച്ചോറ് ചേർക്കുന്നതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ മണ്ണില് നമ്മുടെ പോട്ടിൽ നിറച്ചതിന് ശേഷം മണ്ണില് വേരോടാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് സഹായിക്കും. കാരണം ഇതിന്റെ എയർ സർക്കുലേഷൻ കിട്ടും. അതുകൊണ്ട് അപ്പൊ ഞാൻ ഒരു കിലോയുടെ 1/2 കിലോയുടെ 2 പാക്കറ്റ്, അതായത് 1 കിലോ ആണ് ഞാൻ ഇതിലിടുന്നത്. അപ്പൊ ഇതിന്റെ വില എന്ന് പറഞ്ഞാല് 1 കിലോക്ക് 30 രൂപ മാത്രമേ ആവുന്നുള്ളൂ. ചകിരിച്ചോറ് ഇടുന്നത് കൊണ്ട് മണ്ണില് ഈർപ്പം തങ്ങി നിൽക്കാൻ വേണ്ടി നല്ല സഹായിക്കുന്നു. ചകിരിച്ചോറ് മണ്ണിലിട്ടതിന് ശേഷം നല്ല രീതിയിൽ മണ്ണിനെ ഒന്ന് ഇളക്കി മറിക്കുക. ഒരുപാട് കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം എന്തെങ്കിലും വെച്ച് തല്ലിപ്പൊടിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്ത് അടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഡോളോമൈറ്റ് ആണ്. അതൊരു ഡോളോമൈറ്റ് ഇല്ലെങ്കിൽ കുമ്മായമാണെങ്കിൽ ഉപയോഗിക്കാം. സോഡോമോണോസ് 1 ടീസ്പൂൺ അളവിൽ, 1 ടീസ്പൂൺ, അതായത് ഒരു 5 ഗ്രാം. അത് കഴിഞ്ഞ് 1/2 കിലോ വേപ്പിൻ പിണ്ണാക്ക്, 1/2 കിലോ എല്ലുപൊടിയും കൂടെ ചേർത്ത് വീണ്ടും നമ്മുടെ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. എപ്സം സാൾട്ട് ഉണ്ടെങ്കിൽ ഒരു 20 ഗ്രാം എപ്സം സാൾട്ട് പുറത്തൂടെ ഒന്ന് തൂറ്റി കൊടുക്കുക. അത് പെട്ടെന്ന് ഡീകമ്പോസ് ആവാൻ വേണ്ടിയിട്ട്, മണ്ണിനെ വളത്തിന്റെ കൂടെ ഡീകമ്പോസ് ആവാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനത് കുറച്ച് ചേർത്തന്നേ ഉള്ളൂ. ഈ പ്രോട്ടീൻ മിക്സ് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഏകദേശം 2-3 ദിവസം പിടിക്കും. കാരണം നമ്മുടെ കുമ്മായം എല്ലാം ചേർത്തത് കൊണ്ട് തന്നെ കുറച്ച് വെള്ളം നനച്ചിട്ട് അതിനെ ഒരു 5 ദിവസത്തെങ്കിലും സെറ്റ് ആക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പം കുറച്ച് വെള്ളം നനച്ച് ഒരു 5 ദിവസത്തേക്ക് വിട്ടയ്ക്കുക. പിന്നെ ഒരുപാട് വെള്ളം നനയ്ക്കേണ്ട കാര്യമില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് കുതിർത്ത് ഈ ചാണകപ്പൊടി എല്ലാം കൂടെ ഒന്ന് കുതിരാൻ കണക്കിന് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാവും. വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 ദിവസത്തേക്ക്, 5 ദിവസം വെച്ച് ഒരാഴ്ചയൊക്കെ ഇരുന്നാൽ നന്നായിരിക്കും. നമ്മളൊരു 5 ദിവസമേ വയ്ക്കുന്നുള്ളൂ. 5 ദിവസത്തിന് ശേഷം ഉള്ള കണ്ടീഷൻ ഞാൻ കാണിച്ചു തരാം. വെള്ളം ഒഴിച്ചതിന് ശേഷം അത് നല്ലവണ്ണം ഇളക്കി മറിക്കണം. നല്ല വെള്ളം എല്ലാ ഭാഗത്തും നല്ല നനവെത്താൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇളക്കി മറിക്കണം.
2 ദിവസം കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. അത് ഒന്നുകൂടെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് 2 ദിവസം ഇടവിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ മൊത്തം ഒരു 5 ദിവസത്തിനകത്ത് തന്നെ നമുക്ക് പോട്ടിംഗ് മിക്സ് നമ്മുടെ പോട്ടിൽ നിറയ്ക്കാൻ അത് പാകമായിട്ട് വരും. ഈ 5 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് കട്ട പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ വെള്ളം നനച്ചാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെല്ലാം ഒന്ന് പൊട്ടിച്ച്, കട്ടകളെല്ലാം പൊട്ടിച്ച്, എന്തെങ്കിലും ചവറുകളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റി അതിനെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക. ഞാനിതിനെ 5 ദിവസത്തിന് ശേഷം ഒന്ന് ഉണക്കിയെടുത്ത് ഉപയോഗിക്കാം. അതിനുശേഷം ഉണക്കിയതിനു ശേഷം നമുക്ക് വല്ല പോട്ടിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ മുഴുവനും നിറച്ച് വെക്കാം. അത് നിറച്ച് വെച്ചിട്ട് നമുക്ക് ചെടികൾ നടാൻ പറ്റും. ഇത് എങ്ങനെ പോട്ടിൽ ഫില്ല് ചെയ്യണമെന്നുള്ള ഒരു വീഡിയോ ഞാൻ ഉടനെ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ മറക്കാതെ നിങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പം അടുത്തൊരു കൃഷി സംബന്ധമായ വീഡിയോ ഇടുന്നത് വരെ ബൈ.